ശ്രീ സതീഷ് ഗോപി, ഈ ആ ഉത്തരവ് നിലവിൽ വന്നിരുന്നുവെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ശാസ്ത്രീയമായി അറിയാവുന്നവർ വിലക്കപ്പെട്ടാൽ, നിയന്ത്രിക്കപ്പെട്ടാൽ അല്പജ്ഞാനികളാവില്ലേ ഇതൊക്കെയും തീരുമാനിക്കുന്നത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു അപകടം കൂടി ഒഴിഞ്ഞുപോയി എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലേ? തീർച്ചയായും വലിയ ഒരു അപകടം ഒഴിഞ്ഞുപോയി എന്ന് വേണം ഈ ഉത്തരവ് ക്യാൻസൽ ചെയ്തതിലൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ശാസ്ത്രത്തിൽ രാഷ്ട്രീയം കലർത്തരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. രാഷ്ട്രീയം അതൊരു ഭാഗത്ത് നിൽക്കട്ടെ, രാഷ്ട്രത്തിന് അനിവാര്യമാണ്. പക്ഷേ അതിനേക്കാളും അനിവാര്യമാണ് ശാസ്ത്രം. ശാസ്ത്രം ഇന്ന് കാണുന്ന എല്ലാ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തത് പിന്നീട് സയൻറ്റിസ്റ്റുകളാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല, അവരെ സേവനമില്ലാതെ. അതിനൊരു ചെറിയ കാര്യം കൂടെ പറയാം. മുൻപ് 2019 ആലുവ ആ ഭാഗമൊക്കെ വെള്ളം കയറിയപ്പോൾ, വെള്ളത്തിൽ മുങ്ങിത്താണപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ ഈ നദിയുടെ ബഫർ സോൺ ഇത്ര 45 മീറ്ററാണ്, അത് ആ 45 മീറ്റർ കഴിഞ്ഞ് മാത്രമേ കൺസ്ട്രക്റ്റ് ചെയ്യാവൂ, അത് നദിക്ക് സുഗമമായി ഒഴുകിപ്പോകാനുള്ള സ്ഥലം വിട്ടുകൊടുക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, അതിനുശേഷം ഈ പറയുന്ന ബഫർ സോൺ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര കൺസ്ട്രക്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്? എത്ര കൺസ്ട്രക്ഷൻ പറഞ്ഞാട്ടെ. ഇത് ഓരോ നദിക്കും ബഫർ സോണുണ്ട്, അതിന് ഒഴുകിപ്പോകാനുള്ള സ്ഥലം. ഇതെല്ലാം കൃത്യമായിട്ട് പിന്നീട് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അതിനുശേഷം ഉള്ള റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. നമുക്ക് ഓരോ ദുരന്തമുണ്ടാവുമ്പോഴും അതിനെ അസസ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഇതിൽ ഒരെണ്ണമെങ്കിലും നടപ്പാകുന്നുണ്ടോ? ദീർഘവീക്ഷണത്തോടുകൂടി ഇത് ചെയ്താൽ, ഒരു ഭരണാധികാരി പുറപ്പെട്ടാൽ, നിശ്ചയദാർഢ്യത്തോടുകൂടി പുറപ്പെട്ടാൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. പക്ഷേ അതിനാര് നിശ്ചയദാർഢ്യത്തോടുകൂടി ഇത് പുറപ്പെടും? നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒരു സർക്കാർ സംവിധാനത്തിൽ, ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ജീവനും സ്വത്തിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അത് കഴിഞ്ഞിട്ടേ ബാക്കി വരുള്ളൂ. ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് സാറ് പറഞ്ഞു 272 പേർ കാണാനില്ല. പക്ഷേ അപ്പോൾ തന്നെ അതിനൊരു സഫിക്സ് കൂടെ ചേർക്കുകയാണ്. എന്താണെന്നറിയാമോ? അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു. ആ തൊഴിലാളികൾ എത്ര പേർ അവിടെ തോട്ടങ്ങളിൽ തോട്ടങ്ങൾ ജോലി ചെയ്തിരുന്നുവെന്നോ, അതിലെത്ര പേരെ കാണാനില്ല എന്നോ ഒരു വിവരമേ ഇല്ല. ഇത് നമുക്കെവിടെയാണ് പിഴയ്ക്കുന്നത്? ഒരു സ്ഥലത്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ജോലിക്ക് വരുമ്പോൾ അതിൻ്റെ ആ ബന്ധപ്പെട്ട ഗവൺമെൻറ്, അതായത് ലോക്കൽ ബോഡി, ആ കണക്കുകളെല്ലാം ശേഖരിക്കണം. അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശേഖരിക്കണം. അങ്ങനെ ഒരു കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടോ? ഇവിടെ എല്ലാവരും ഇരുട്ടിൽ തപ്പുകയാണ്. അതായത് എത്ര പേരെ കാണാനില്ല അറിയില്ല, എത്ര പേർ ഒഴുക്കിൽ പോയിട്ടുണ്ട് ഇല്ല, ചാലിയാറിൽ നിന്ന് ഇത്ര മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ യാഥാർത്ഥ്യം പണ്ട് പിന്നീട് എനിക്ക് തോന്നുന്നത് നേരത്തെ നടന്ന ഒരു ഡിസാസ്റ്ററിലാണ്, ഉരുൾപൊട്ടലിലാണ് 19 പേര് മരിച്ചു, 17 പേര് മരിച്ചു. അതിൽ 12 പേരെ മാത്രമേ ബോഡി നമുക്ക് റിക്കവർ ചെയ്യാനുള്ളൂ. 5 പേരുടെ ഡെഡ് ബോഡി ആ ഭൂമിയിൽ തന്നെ ഉറങ്ങുകയാണ്. അതേപോലെ ഇവിടെ എനിക്ക് തോന്നുന്നു പിന്നീട് 1988 ട്രെയിൻ അപകടത്തെക്കാളും കാഷ്വാലിറ്റി ഇപ്പോൾ ഉണ്ടായിന്ന് തോന്നുന്നു. ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടിക്കായലിൽ വീണ കാഷ്വാലിറ്റിയേക്കാളും കൂടുതൽ ഇപ്പോൾ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എണ്ണം വെച്ച് ഇപ്പോഴാണ് കൂടുതൽ 334 എന്ന് കാണിക്കുന്നു. അല്ല, മാത്രം ഈ 270 ഇപ്പം ഈ പോയവരുടെ മിസ്സിംഗിൽ ഏത് കണക്കിൽ കൂട്ടും? ഏത് കണക്കിൽ കൂട്ടും? അത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. 49 കുട്ടികളെ കാണാനില്ല, 330 മരിച്ചുപോയതോ കാണാതായതോ എന്നാണെന്ന് മന്ത്രി പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരാളിനെ കുറിച്ച് പറയാൻ പറ്റുമോ? വ്യക്തമാണ്. ഇതാണ് ലോക്കൽ ബോഡീസിൻ്റെ കയ്യിൽ ഒരു കണക്കുമില്ല. ആര് കണക്ക് തരും? ഇതിൽ കുറേ ഒരു വളരെ സങ്കടകരമായ അവസ്ഥ, അത് നേരത്തെ പറഞ്ഞത് ശരിയാണ്. സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ കാല് മാത്രം എടുക്കണു, ആ ബോഡിയുടെ ആ ഡെഡ് ബോഡിയുടെ ബാക്കി ഭാഗം അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, കണ്ടെത്തിയിട്ടുണ്ടോ? എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. ഇതെല്ലാം നിസ്സാരമായിട്ട് കണക്കാക്കുന്ന ഒരാൾക്ക് മാത്രമേ, ഒരു ഭരണകൂടത്തിന് മാത്രമല്ലേ ഇത്തരത്തിലൊരു ഉത്തരവിറക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് രാഷ്ട്രീയ സമയപരിമിതിയുണ്ട്. കൃത്യമായ പോയിന്റിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്.